എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഡിന്നറിന് ഇത് ഉണ്ടാക്കിയെടുക്കാം. ചാമരിയും ചെറുപയറും ചേർത്തുണ്ടാക്കുന്ന കഞ്ഞിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ചെറുപയർ വേവിച്ചെടുക്കാം. 1/4 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ചാമരിയും നന്നായി കഴുകിയെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകോല, ചെറിയ ജീരകമാണ് ഇടുന്നത്. 3 വിസിലിന് വേവിക്കാം. ചെറുപയർ വേവുന്ന സമയം കൊണ്ട് ചാമ്പരി ഒന്ന് നന്നായി കഴുകിയെടുത്ത് 10 മിനിറ്റോളം കുതിരാനായി വയ്ക്കാം. വെള്ളം തെളിയുന്നവരെ 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. ഈ കഞ്ഞിക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായി 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, ഇല്ലാതെയും നമുക്ക് കഴിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ബ്ലെൻഡ് ചെയ്തെടുക്കാം. വല്ലാതെ അരച്ചിട്ടില്ല. ഇതിൽ നിന്ന് ഇനി പാല് പിഴിഞ്ഞെടുക്കാം. ഏകദേശം 1/2 കപ്പ് പാല് കിട്ടിയിട്ടുണ്ട്. ചെറുപയർ നന്നായി വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ചാമരി കൂടി ഇടാം. അധികം വെള്ളം ഒഴിക്കണ്ട, തേങ്ങാപ്പാൽ കൂടി ഒഴിക്കണം. ഇത്രയും മതിയാകും. 3 വിസിലിന് വേവിക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാലും കുറച്ച് വെള്ളം കൂടി ചേർക്കാം. കഞ്ഞി കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറേ നേരമൊന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു തിള വന്നാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റിനായി കുറച്ച് തേങ്ങ കൂടി ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കഞ്ഞിയുടെ കൂടെ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം. വളരെ ടേസ്റ്റിയായ ചാമരി ചെറുപയർ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് നെയ്യും കൂടെ തന്നെ മാങ്ങ ചമ്മന്തി.